അതായത് ഇത്തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP 6 സീറ്റിൽ വിജയിക്കുമെന്നാണ് പാർട്ടി നേതൃയോഗത്തിൽ സമർപ്പിച്ച അവലോകന റിപ്പോർട്ടിന്റെ ചുരുക്കം. ഏറ്റവും കൂടുതൽ BJP ശ്രദ്ധ കേന്ദ്രീകരിച്ച 2 മണ്ഡലങ്ങളിലൊന്ന് തിരുവനന്തപുരമാണ്. അവിടെ രാജീവ് ചന്ദ്രശേഖർ തന്നെ വിജയിക്കുമെന്നാണ് BJPയുടെ അവലോകന റിപ്പോർട്ടിൽ പറയുന്നത്. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ട് ശക്തമായ മുന്നേറ്റം നടത്താൻ വി മുരളീധരന് കഴിഞ്ഞിട്ടുണ്ട് എന്നും BJP വിലയിരുത്തുന്നു. അതോടൊപ്പം BDJS-ഉമായുള്ള കൂട്ടുകെട്ട് വഴി സമുദായ വോട്ടുകളിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞതും മുരളീധരന് വിജയം ഉറപ്പിക്കാനുള്ള കാരണമായി തന്നെയാണ് BJP നേതൃത്വം വിലയിരുത്തുന്നത്. അങ്ങനെ വന്നാൽ അനിൽ ആന്റണി 1,30,000 ക്രിസ്ത്യൻ വോട്ടുകളായിരിക്കും ഇത്തവണ നേടുക. പൂഞ്ഞാർ മേഖലയിലും പത്തനംതിട്ടയിലും മറ്റും മികച്ച മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ആലപ്പുഴയിലെ തീരദേശവാസികളെ കയ്യിലെടുക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു എന്നുള്ളതും വോട്ട് അനുകൂലമാകാൻ കാരണമായി എന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. അത് മാത്രമല്ല, രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകവും BJPക്ക് അനുകൂലമായി മാറി. സുരേഷ് ഗോപിക്ക് മത്സരിക്കുന്നതിന് മുൻപ് തന്നെ മേൽക്കൈ ലഭിച്ച ഒരു മണ്ഡലമായ ഇവിടെ മറ്റൊരു സ്ഥാനാർത്ഥിക്കും സാധ്യതയില്ലെന്ന് തന്നെയാണ് BJP കണക്കുകൂട്ടുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 30,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തൃശൂർ മണ്ഡലം പിടിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയുമെന്നാണ് വിലയിരുത്തുന്നത്. BJPക്ക് ഇത്തവണ കേരളത്തിൽ 6 സീറ്റിനുള്ള സാധ്യത തെളിഞ്ഞതിന് പ്രധാന കാരണമായി കണക്കാക്കുന്നത് തന്നെ ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. പെൻഷൻ വിതരണം മുടങ്ങിയതും മറിയ ചേട്ടത്തിയെ പോലെയുള്ളവരുടെ സമരങ്ങളും BJPക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുമുണ്ട്. നമസ്കാരം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ പലരും അവലോകനത്തിന് പിന്നാലെയാണ്. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദനും പറഞ്ഞു മനസ്സിൽ ഒരു കണക്കുകൂട്ടൽ ഉണ്ട് എന്ന്. അത് തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് ഒത്തു നോക്കിയിട്ട് വ്യക്തമായി പറയാമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ K മുരളീധരനും പറഞ്ഞിരുന്നു 20 സീറ്റിലും UDF വിജയിക്കുമെന്ന്. അത് മാത്രമല്ല, KPCC അവലോകനത്തിൽ മാത്രമാണ് ഉദ്ദേശിച്ച വിജയം UDFന് നേടാൻ കഴിയില്ലെന്നും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ BJP വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ്. മിക്കവാറും സീറ്റുകളിൽ വിജയം നേടാൻ സാധിക്കുമെന്നാണ് അവരുടെ അവലോകനത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ, ആറ്റിങ്ങൽ, പത്തനംതിട്ട, പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് BJP പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്. അതായത് ഇത്തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP 6 സീറ്റിൽ വിജയിക്കുമെന്നാണ് പാർട്ടി നേതൃയോഗത്തിൽ സമർപ്പിച്ച അവലോകന റിപ്പോർട്ടിന്റെ ചുരുക്കം. എന്നുവെച്ചാൽ UDFും LDFും പറയുന്ന കണക്കുകൾ തെറ്റാണെന്നും അവർക്ക് ഇത്തവണ യാതൊരു വിധത്തിലുള്ള മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിയില്ലെന്നും BJP അക്കൗണ്ട് തുറക്കുക മാത്രമല്ല 3/1 സീറ്റോളം നേടുമെന്നുമാണ് ഇതിന്റെ അർത്ഥം. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കേരള സന്ദർശനങ്ങളും ഫലം കാണും എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ നിന്നും വ്യക്തമാകുന്നത്. പ്രധാനമന്ത്രി നിരവധി തവണ ഈ തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിൽ സന്ദർശനം നടത്തിയിരുന്നു. ഇത്തവണ BJP കേന്ദ്രഭരണത്തിനായി ലക്ഷ്യം വെക്കുന്ന 400 സീറ്റിൽ 6 എണ്ണം കേരളത്തിൽ നിന്നുള്ളതാണെന്നാണ് ഇപ്പോഴത്തെ വെയ്പ്പ്. അതിൽ ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരാകാനും സാധ്യതയുണ്ട്. ഇതാണ് ഇത്തവണത്തെ സൂചനകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും കൂടുതൽ BJP ശ്രദ്ധ കേന്ദ്രീകരിച്ച 2 മണ്ഡലങ്ങളിലൊന്ന് തിരുവനന്തപുരമാണ്. അവിടെ രാജീവ് ചന്ദ്രശേഖർ തന്നെ വിജയിക്കുമെന്നാണ് BJPയുടെ അവലോകന റിപ്പോർട്ടിൽ പറയുന്നത്. കണക്കുകൾ പ്രകാരം ഏകദേശം 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശശി തരൂരിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ വിജയത്തിലെത്തും. അത് മാത്രമല്ല, UDFും BJPയും തമ്മിൽ നടന്ന ശക്തമായ മത്സരത്തിൽ എവിടെയും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ എത്തിയിട്ടേയില്ല. അതുകൊണ്ട് 2ാം സ്ഥാനത്തേക്ക് എത്താൻ ഇത്തവണയും LDFന് കഴിയില്ല. തീരദേശ മേഖലയിലും സമുദായങ്ങൾക്കിടയിലും വേണ്ട രീതിയിൽ സ്വാധീനം ചെലുത്താൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വിലയിരുത്തലുകൾ. അതോടൊപ്പം ക്രിസ്ത്യൻ വോട്ടുകളും ഉറപ്പാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാധ്യതകൾ കൂടി അനുകൂലമായി വന്നാൽ ഇത്തവണ തിരുവനന്തപുരത്ത് ഇനിയും ഭൂരിപക്ഷം വർദ്ധിക്കാനാണ് സാധ്യത എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത്തരം സാധ്യതകൾ കൂടി അനുകൂലമായി വന്നാൽ ഭൂരിപക്ഷം 15,000-ൽ നിന്ന് 60,000-ലേക്ക് എത്താനാണ് സാധ്യതയെന്നും BJP കണക്ക് കൂട്ടുന്നു. അങ്ങനെ വന്നാൽ കേരളത്തിൽ നിന്ന് ഒരു കേന്ദ്രമന്ത്രിയത്തിന്റെ സംഭാവന ചെയ്യാൻ തിരുവനന്തപുരത്തിന് കഴിയും എന്നാണ് BJP വിലയിരുത്തുന്നത്. ഇനി അടുത്ത മണ്ഡലം, പ്രതീക്ഷയുള്ള മണ്ഡലം, തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ സൂചനകൾ കണക്ക് കൂട്ടുമ്പോൾ വി ജോയിക്ക് യാതൊരു വിധത്തിലുമുള്ള പ്രാധാന്യം ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നിട്ടേയില്ല. പ്രധാന മത്സരം അടൂർ പ്രകാശും വി മുരളീധരനും തമ്മിലായിരുന്നു നടന്നത്. അത് മാത്രമല്ല, അടൂർ പ്രകാശ് മണ്ഡലത്തിനായി കാര്യമായി ഒന്നും ചെയ്യാതിരുന്നതും BJPക്ക് അനുകൂല ഘടകമായി മാറിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിത്വം മുന്നിൽ കണ്ടിട്ടാണ് വി മുരളീധരൻ നേരത്തെ തന്നെ മണ്ഡലത്തിൽ ഒരു പ്രവർത്തനവുമൊക്കെയായി ഇറങ്ങിയത്. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ട് ശക്തമായ മുന്നേറ്റം നടത്താൻ വി മുരളീധരന് കഴിഞ്ഞിട്ടുണ്ട് എന്നും BJP വിലയിരുത്തുന്നു.
അതോടൊപ്പം BDJS-ഉമായുള്ള കൂട്ടുകെട്ട് വഴി സമുദായ വോട്ടുകളിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞതും മുരളീധരന് വിജയമുറപ്പിക്കാനുള്ള കാരണമായി തന്നെയാണ് BJP നേതൃത്വം വിലയിരുത്തുന്നത്. അതിനിടയിൽ കോൺഗ്രസിലുണ്ടായ ഗ്രൂപ്പ് പോലും അനുകൂല ഘടകമായി മാറിയിട്ടുണ്ട്. 2019 കേരളത്തിലുണ്ടായിരുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ ഇല്ലാത്തതിനാൽ മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ മുരളീധരന് വിജയിക്കാൻ കഴിയുമെന്നാണ് നേതൃത്വം കരുതുന്നത്. അടുത്തത് പത്തനംതിട്ട മണ്ഡലമാണ്. 2019 സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ സാമുദായിക വോട്ടെന്ന നിലയിൽ 70,000 ക്രിസ്ത്യൻ വോട്ടുകളാണ് നേടിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അനിൽ ആന്റണി വൻ മുന്നേറ്റം നടത്തി എന്ന് തന്നെയാണ് കണക്കൂട്ടുന്നത്. അനിൽ ആന്റണി 60,000 ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി നേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെ വന്നാൽ അനിൽ ആന്റണി 1,30,000 ക്രിസ്ത്യൻ വോട്ടുകളായിരിക്കും ഇത്തവണ നേടുക. പൂഞ്ഞാർ മേഖലയിലും പത്തനംതിട്ട മേഖലയിലും മറ്റും മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ അനിൽ ആന്റണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ദല്ലാൽ നന്ദകുമാർ ഉയർത്തിക്കൊണ്ടുവന്ന കൈക്കൂലി വിവാദങ്ങൾ ഒന്നും തന്നെ അനിൽ ആന്റണിയെ ബാധിച്ചിട്ടേയില്ല. AK ആന്റണി ആന്റോ ആന്റണിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയതും UDF-ന് ഗുണം ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, LDF സ്ഥാനാർത്ഥിക്കെതിരായി നടന്ന ED അന്വേഷണവും നോട്ടീസും ഒക്കെ തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടുന്നതിന് തോമസ് ഐസക്കിനെ തടഞ്ഞിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ട് നേടുന്നതിന് BJP-ക്ക് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇത്തവണ പത്തനംതിട്ട മണ്ഡലം BJP-ക്ക് അനുകൂലമായി തന്നെ ചിന്തിച്ചുവെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ അനിൽ ആന്റണി വിജയിക്കുന്നതോടുകൂടി ഇവിടെ നിന്നും ഒരു കേന്ദ്രമന്ത്രി എന്ന സ്വപ്നമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അടുത്തത് ആലപ്പുഴ മണ്ഡലത്തിന്റെ കാര്യമാണ്. ആലപ്പുഴ മണ്ഡലത്തിലാണ് BJP ഏറ്റവും കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ പാടെ തന്നെ വനിതാ കേന്ദ്രമന്ത്രി എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ പ്രകടനം ആരംഭിച്ചത്. തുടക്കത്തിൽ തന്നെ ആലപ്പുഴയിലെ തീരദേശവാസികളെയും സ്ത്രീകളെയും കയ്യിലെടുക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു എന്നുള്ളതും വോട്ട് അനുകൂലമാകാൻ കാരണമായി എന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. അത് മാത്രമല്ല, രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകവും BJP-ക്ക് അനുകൂലമായി മാറി. തുടക്കത്തിൽ തന്നെ കരിമണൽ കർത്തയെയും KC വേണുഗോപാലിനെയും ചേർത്ത് നടത്തിയ പരാമർശവും തുടർന്ന് ഗോകുലം ഗോപാലിനെതിരായി നടത്തിയ പ്രസ്താവനയും സമുദായ വോട്ടുകൾ വന്നു വീഴുന്നതിന് കാരണമായി എന്ന് വിലയിരുത്തുന്നു. അത് മാത്രമല്ല, ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരായി നടത്തിയ പ്രചാരണങ്ങളും ഫലം കണ്ടു എന്ന് തന്നെ കരുതാം. ഇടതുപക്ഷത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിലെ അഴിമതിയും വീഴ്ചകളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു പ്രചാരണ രംഗം ശോഭാ സുരേന്ദ്രൻ കൊഴിപ്പിച്ചത്. അതിനിടയിലാണ് ദല്ലാൽ നന്ദകുമാറിന്റെ പരാമർശം വന്നു വീണത്. അത് EP ജയരാജനിലേക്ക് എത്തിച്ചത് കൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ മൊത്തത്തിലുള്ള ഇമേജിന് അത് ബാധിച്ചു എന്നാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് ഇത്തവണ ആലപ്പുഴ ജില്ലയിൽ നേട്ടമുണ്ടാകും എന്ന് മാത്രമല്ല, മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ KC വേണുഗോപാലിനെ ആലപ്പുഴയിൽ പരാജയപ്പെടുത്താനും ശോഭാ സുരേന്ദ്രന് കഴിയുമെന്നാണ് അവലോകന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അതേസമയം രാജീവ് ചന്ദ്രശേഖരന് ലഭിക്കുന്ന ഭൂരിപക്ഷത്തെക്കുറിച്ചുള്ളതുപോലെയുള്ള കണക്കുകൾ പക്ഷേ ആലപ്പുഴയിൽ നിന്ന് ലഭിക്കുന്നില്ല. ഇത്തവണ ശോഭാ സുരേന്ദ്രന് പക്ഷേ 2,98,000 മുതൽ 3,48,000 വരെ വോട്ടുകൾ ലഭിക്കാനുള്ള സാധ്യതയാണ് നേതൃത്വം വിലയിരുത്തുന്നത്. അടുത്ത ജില്ലയാണ് തൃശ്ശൂർ. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം BJP ഉറപ്പിച്ച ഒരു മണ്ഡലം കൂടിയാണ്. സുരേഷ് ഗോപിക്ക് മത്സരിക്കുന്നതിന് മുൻപ് തന്നെ മേൽക്കൈ ലഭിച്ച ഒരു മണ്ഡലമായി ഇവിടെ മറ്റൊരു സ്ഥാനാർത്ഥിക്കും സാധ്യതയില്ലെന്ന് തന്നെയാണ് BJP കണക്കാക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 30,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂർ മണ്ഡലം പിടിക്കാൻ കഴിയുമെന്ന് കണക്കാക്കുന്നു. കരുവന്നൂർ അഴിമതിയുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി നടത്തിയ പദയാത്രയും മാതാവിന് നൽകിയ സ്വർണ്ണക്കിരീടവും കാരണം ക്രിസ്ത്യൻ വോട്ടുകൾ BJP-ക്ക് അനുകൂലമാക്കാൻ കഴിഞ്ഞു. ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി പ്രതീക്ഷിച്ച രീതിയിൽ പെട്ടിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം 1,00,000 കടക്കുമെന്നാണ് നേതൃത്വം കണക്കാക്കുന്നത്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദത്തിൽ സുരേഷ് ഗോപിയുടെ ഇടപെടലും നരേന്ദ്രമോദിയുടെ തുടരെയുള്ള സന്ദർശനവും മണ്ഡലത്തിൽ ഗുണം ചെയ്തു എന്ന വിലയിരുത്തലാണ് ഉള്ളത്. ഇതോടെ തന്നെ നേരത്തെ തന്നെ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ തന്നെ പ്രചാരണം നടത്തി തുടങ്ങിയ സുരേഷ് ഗോപിക്ക് ഇത്തവണ തൃശൂർ എടുക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തുന്നത്. ഇക്കാര്യത്തിൽ UDF സ്ഥാനാർത്ഥിയുടെ വാക്കുകൾ കൂടി പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. K. മുരളീധരൻ പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ വോട്ടുകളെല്ലാം BJP-യിലേക്ക് എത്തി എന്നാണ്. അത് EP ജയരാജനും പ്രകാശ് ജാവദേക്കറും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ ഭാഗമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ 2ാം സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളത് VS സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രമകരമെന്ന് മാത്രമല്ല സ്വപ്നം മാത്രമായി അവശേഷിച്ചിരിക്കുകയാണ്. പാലക്കാട് മികച്ച മുന്നേറ്റം നടത്താൻ BJP-ക്ക് കഴിഞ്ഞുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. BJP-ക്ക് ഇത്തവണ കേരളത്തിൽ 6 സീറ്റിനുള്ള സാധ്യത തെളിഞ്ഞതിന് പ്രധാന കാരണമായി കണക്കാക്കുന്നത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. പെൻഷൻ വിതരണം മുടങ്ങിയതും മറിയച്ചേടതിയെ പോലെയുള്ളവരുടെ സമരങ്ങളും BJP-ക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ CPM-ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. മിക്ക മണ്ഡലങ്ങളിലെയും പ്രവർത്തനം വളരെ ദുർബലമായതും ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് കാരണമായി BJP വിലയിരുത്തുന്നു.
അതുകൊണ്ട് തന്നെ ഇത്തവണ CPM-ലെ ഉയർന്ന വിഭാഗത്തിലും ഉന്നത ജാതിയിലും പെട്ട പ്രവർത്തകർ BJP-ക്ക് വോട്ട് ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായതെന്നും അവലോകന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആ രീതിയിലെല്ലാം നോക്കുമ്പോൾ BJP ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക മാത്രമായിരിക്കില്ല ചെയ്യുക. ഒരുപക്ഷെ മോദിയുടെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ മിക്കവാറും 2 അക്കം തന്നെ നേടാനുള്ള സാധ്യതകളാണ് തെളിയുന്നത്.